ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര നീക്കം അവസാനിപ്പിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ അഷ്റഫ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പിറവം പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കുക, വാർഷിക തൊഴിൽ ദിനങ്ങൾ 200 ആയി ഉയർത്തുക, ദിവസക്കൂലി 700 രൂപയെ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പിറവം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ അഷ്റഫ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് സാധാരണക്കാരായ മനുഷ്യരുടെ സാമൂഹിക ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇവരുടെ സംഭാവനയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേന്ദ്രത്തിൽ UPA ഗവൺമെന്റ് ഒന്നാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സന്ദർഭത്തിലാണ് ഇടതുപക്ഷത്തിന്റെ ഡിമാൻഡായിരുന്നു ഇന്ത്യയുടെ ദാരിദ്ര്യം അകറ്റാൻ, അടിസ്ഥാന മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ കുടുംബം പോറ്റാൻ, അവരുടെ പട്ടിണി അകറ്റാൻ ഒരു സമഗ്രമായ കർഷക തൊഴിലാളി നിയമം ഇവിടെ ഉണ്ടാകണം. ഗ്രാമീണ മേഖലയിലെ സാധാരണ തൊഴിലാളികളുടെ പ്രധാന ജീവനോപാധിയായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദുർബലപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അഷ്റഫ് ആവശ്യപ്പെട്ടു. കോർപ്പറേറ്റ് അനുകൂലവും തൊഴിലാളി വിരുദ്ധവുമായ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്നതെന്ന് അഷ്റഫ് ആരോപിച്ചു. പദ്ധതിക്കുള്ള കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുകയും അപ്രായോഗികമായ നിബന്ധനകൾ ഏർപ്പെടുത്തുകയും ചെയ്തതിലൂടെ ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട തൊഴിലാളികളുടെ ഏക ആശ്രയമായ തൊഴിലുറപ്പ് പദ്ധതി പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് വിലക്കയറ്റം രൂക്ഷമാകുമ്പോഴും തൊഴിലാളികളുടെ ദിവസക്കൂലി വർദ്ധിപ്പിക്കാനോ തൊഴിൽ ദിനങ്ങൾ കൂട്ടാനോ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെന്നും സാധാരണക്കാരുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന ഇത്തരം ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കുക, വാർഷിക തൊഴിൽ ദിനങ്ങൾ 200 ആയി ഉയർത്തുക, തൊഴിലാളികളുടെ ദിവസക്കൂലി 700 രൂപയാക്കുക, തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് ഭീഷണിയാകുന്ന VBG ഗ്രാംജി പദ്ധതി പിൻവലിക്കുക, കർഷക തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കുന്ന സമഗ്ര ദേശീയ നിയമം നടപ്പിലാക്കുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പ്രതിമാസം 6000 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. BKMU പിറവം മണ്ഡലം പ്രസിഡന്റ് ജോയി പീറ്റർ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ സെക്രട്ടറി KN ഗോപി, MM ജോർജ്, കുമ്പളം രാജപ്പൻ, അഡ്വക്കേറ്റ് ജിൻസൺ വി പോൾ, ജില്ലാ സെക്രട്ടറി K രാജു കൂത്താട്ടുകുളം, അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, TA കുഞ്ഞപ്പൻ, NN സോമരാജൻ, KP സോമരാജൻ, NK പുഷ്പ, KM രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. KM മത്തായി, VM പൗലോസ്, ജിബി റോക്കി, ലീല ഏലിയാസ്, VG രവീന്ദ്രൻ, AK കാർത്തികേയൻ, സന്ധ്യ PR എന്നിവർ നേതൃത്വം നൽകി. അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. രാജ്യത്തെ തൊഴിലാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് നിലവിലുള്ള നിയമം പരിഷ്കരിച്ച് ഈ ജൂലൈ 1 മുതൽ പുതിയ നിയമം രാജ്യത്ത് നടപ്പാക്കുകയാണ്. ആ പുതിയ നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ 2005 ഒരു നിയമത്തിലൂടെ രാജ്യത്ത് നേടിയെടുത്ത തൊഴിലുറപ്പ് തൊഴിലാളികളുടെ 3 അവകാശങ്ങളും ഹരിക്കുന്ന ഒരു നിയമമാണ്. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം.